നമ്മുടെ ഓരോ ആശ്രയവും കർത്താവിങ്കിലായിരിക്കട്ടെ, മനുഷ്യരിൽ ആശ്രയിക്കരുത്. നമ്മുടെ ആശ്രയം കർത്താവിലേക്കായിരിക്കട്ടെ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. നമ്മളിവിടെ സങ്കീർത്തനം 108 നോക്കുകയാണെങ്കിൽ നമുക്കവിടെ ദാവീദിനെ കാണാൻ സാധിക്കും, അല്ലെ? തൻ്റെ ശത്രുക്കൾ തൻ്റെ രാജ്യത്തിന് നേരെ വരുന്ന സമയത്ത് ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് സങ്കീർത്തനം 108 മുതൽ അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, അല്ലെ? അതിനോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദാവീദ് തൻ്റെ ആ യുദ്ധം നേരിടുന്ന സമയത്ത് ദാവീദ് നേരെ ചെല്ലുന്നത് മറ്റു രാജാക്കന്മാരോട് സഹായം ചോദിക്കുവാനല്ല. താൻ പോയിട്ട് തൻ്റെ അരമനയിൽ തൻ്റെ റൂമിലേക്ക് പോയിട്ട് തൻ്റെ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ദാവീദിന് അറിയാം, മനുഷ്യന്റെ ബുദ്ധിയിലോ ശക്തിയിലോ അല്ല കാര്യങ്ങൾ ഇരിക്കുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ കർത്താവിൻ്റെ ആത്മാവിനാലത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതേപോലെ ദാവീദിന് അറിയാം, ഈ വിജയം ഉള്ളത് കർത്താവിങ്കലാണ്. എൻ്റെ അടുക്കൽ എത്ര കുതിരകളുണ്ടെന്നോ, എത്ര രഥങ്ങളുണ്ടെന്നോ, എത്ര ജനങ്ങളുണ്ടെന്നോ, എത്ര പടയാളികളുണ്ടെന്നോ, എൻ്റെ ഭണ്ഡാരത്തിലോ ഹാലലോ എവിടെയാണെങ്കിലും എനിക്ക് എത്രത്തോളം ഉണ്ട് എന്നല്ല ഇവിടെ കാര്യം. സൃഷ്ടാവ് കൂടെയുണ്ടോ, കർത്താവ് കൂടെയുണ്ടോ, നിന്റെ വീണ്ടെടുപ്പുകാരൻ കൂടെയുണ്ടോ എന്നൊരു ചോദ്യം ദാവീദിൻ്റെ ഉള്ളിലുണ്ട്. സോ ദാവീദ് മറ്റു മനുഷ്യരെ പോലെ, കർത്താവിന് അറിയാത്ത ജാതികളെ പോലെ ഒരിക്കലും മറ്റ് രാജാക്കന്മാരോട് സഹായം അഭ്യർത്ഥിക്കാനല്ല ദാവീദ് പോയത്. താൻ പോയത് തൻ്റെ 2 കരങ്ങളും നീട്ടി സ്വർഗത്തിലേക്കാണ് വിളിച്ചപേക്ഷിച്ചത്. ഹാലലുയ്യ. നമുക്കറിയാം, കർത്താവോടെ നിശ്ചയമായിട്ട് അവിടെ കർത്താവ് ദാവീദിന് വലിയൊരു വിജയം നമുക്ക് കൊടുത്തു. അവസരം നമുക്ക് വായിക്കാം. മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ദാവീദ് ചെയ്യുന്നു എന്നല്ല അവിടെ പറയുന്നത്, കർത്താവ് എൻ്റെ വൈരികളെ മെതിച്ചു കളയുന്ന പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം പറയണ യുദ്ധം യഹോവയ്ക്കുള്ളത്. അതേപോലെ തന്നെ സംഭവിച്ചു. ദാവീദ് എത്ര കാലം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചോ അത്രയും കാലത്തോളം തന്നെ, അതെ, അവൻ്റെ മരണത്തോളം തന്നെ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതേപോലെ നാം ഓരോരുത്തരും മറ്റു മനുഷ്യരുടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വയം ആശ്രയമോ അല്ലെങ്കിൽ മറ്റു മനുഷ്യരിൽ ആശ്രയമോ നമ്മുടെ ബാങ്ക് ബാലൻസിൻ്റെ ആശ്രയമോ അല്ല വേണ്ടത്. നമ്മുടെ 2 കാര്യങ്ങൾ എപ്പോഴും സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഓരോ ആശ്രയവും കർത്താവിങ്കിലായിരിക്കട്ടെ, മനുഷ്യരിൽ ആശ്രയിക്കരുത്. നമ്മുടെ ആശ്രയം കർത്താവിലേക്കായിരിക്കട്ടെ. നമ്മുടെ കയ്യിൽ എന്ത് ഉള്ളൂ എന്നല്ല നമ്മുടെ അടിസ്ഥാനം, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടോ എന്നാണ് അടിസ്ഥാനം. കാരണം കർത്താവ് തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ തന്നെ നമുക്ക് വേണ്ടി നേരത്തെ തന്നെ പുറപ്പെടും. സ്തോത്രം. ഈ വചനങ്ങളെ ദൈവം എല്ലാവരെയും, ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.